ഇനി ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ നികത്താനാവാതെ നഷ്ടം തന്നെയാണ് അയാൾ. സാധാരണക്കാരൻ്റെ പടത്തലവൻ, അതിൽ കൂടുതൽ പറയും. വി.എസ്. അച്യുതാനന്ദൻ നീലേശ്വരത്ത് വലിയൊരു ഫാനുണ്ട്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് വരെ ഉണ്ടായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ്റെ പേരിൽ. പൊതുജനങ്ങൾക്ക് നല്ലൊരു മുഖ്യമന്ത്രി, മുൻപ് ഒരു മുൻ മുഖ്യമന്ത്രി നഷ്ടപ്പെട്ടു, അത്രമാത്രം. എല്ലാ തിന്മകൾക്കും എതിരെ പോരാടുന്ന ഒരു നേതാവാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന നേതാവാണ്, നമ്മളെ നേതാവ്. തീരാ നഷ്ടം തന്നെയാണ് അത് വി എസിൻ്റെ മരണം. വി എസിൻ്റെ മരണം എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിന് പ്രത്യേകിച്ച് പറഞ്ഞാൽ എല്ലാ തൊഴിലാളി വർഗത്തിനും കനത്ത നഷ്ടമാണ്. അതിന് അതുപോലത്തുള്ളൊരു നേതാവ് ഇനി ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ നികത്താനാവാതെ നഷ്ടം തന്നെയാണ് അയാളുടെ വേർപാട്. കാരണം വെച്ചാൽ ഇത്ര തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട്, അവരെ നീതിക്ക് വേണ്ടിയിട്ട് നിന്നൊരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. മതിൽ കെട്ടാമാരായാലും മുഖ്യമന്ത്രി ആയിട്ടുണ്ടാകുമ്പോഴും പ്രതിപക്ഷ നേതാവായിട്ടുണ്ടാകുമ്പോഴെല്ലാം അയാൾ വളരെ സത്യസന്ധയോട് ഊർജ്ജസ്വരോടെ പ്രവർത്തിച്ചിന്. കാരണം വെച്ചാൽ അയാൾക്ക് കുറച്ചും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ കേരളത്തിൽ തന്നെ വിപ്ലവപരമായ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ വി എസിൻ്റെ നഷ്ടം നമുക്ക് കേരള സമൂഹത്തിനും തൊഴിലാളി വർഗത്തിനും കനത്ത നഷ്ടമാണെന്ന് പറയാനില്ല ഈ അവസരത്തിൽ. വി.എസ്. അച്യുതാനന്ദൻ നീലേശ്വരത്ത് വലിയൊരു ഫാനുണ്ട്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് വരെ ഉണ്ടായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ്റെ പേരിൽ. നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നു. കേരളം കണ്ട മുഖ്യമന്ത്രിയിൽ വെച്ചിട്ട് നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു. കേരളം കണ്ട ഏറ്റവും നല്ല ഒരു മുഖ്യമന്ത്രി സഖാവ് വി എസ് തന്നെയാണ്. വി എസ് മാത്രമല്ല, അങ്ങനെ കുറച്ച് മുഖ്യമന്ത്രിമാരെ കേരള ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ അത്രയും നല്ലൊരു മുഖ്യമന്ത്രി, ജനങ്ങളുടെ സാധാരണ ആൾക്കാരെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വി എസിൻ്റെ അഭാവം കേരളത്തിന് ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുൻ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ മാത്രം പറയാം. പിന്നെ പാർട്ടിയുടെ ഒരു എന്താ പറയുക, അവരെ കാഴ്ചപ്പാടിലും വലിയ നഷ്ടമായിരിക്കും. പൊതുജനങ്ങൾക്ക് നല്ലൊരു മുഖ്യമന്ത്രി, മുൻപ് ഒരു മുൻ മുഖ്യമന്ത്രി നഷ്ടപ്പെട്ടു, അത്രമാത്രം. വി എസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജനകീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ന് ജീവിച്ചിരുന്ന, മരിച്ചുപോയി, ഏറ്റവും ശക്തനായ നേതാവ്. അയാൾ വിയോഗം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ഇവിടെ നീലേശ്വരത്ത് പ്രകടനം പോലും നടത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ. വി എസിന് ഇത്രയും സാധാരണക്കാരൻ്റെ പടത്തലവൻ, അതിൽ കൂടുതൽ പറയും. വി എസിനെ പോലുള്ളൊരു നേതാവ് ഇന്ത്യയിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് വി എസിൻ്റെ പ്രത്യേകത. അഴിമതിയില്ല, സ്വജനപക്ഷപാതമില്ല, എല്ലാ തിന്മകൾക്കും എതിരെ പോരാടുന്ന ഒരു നേതാവാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന നേതാവാണ്, നമ്മളെ നേതാവ്. പാർട്ടിപരമായിട്ടല്ലാണ്ട് തന്നെ നല്ല വ്യക്തിപരമായിട്ട് എല്ലാവർക്കും നല്ലൊരു ഉപകാരിയും എല്ലാവർക്കും അദ്ദേഹത്തിനോട് ഭയങ്കര സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ള ഒരാളും തന്നെയാണ്.